ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. എന്റെ കാർഷിക വീഡിയോകൾ സ്ഥിരമായി കാണുന്ന ശ്രീമതി ലളിതാ മാഡവും കുടുംബവും എന്റെ ചെറിയ പഴത്തോട്ടം സന്ദർശിക്കാനായി ഇന്ന് എത്തിയിരുന്നു. കൃഷിയെ വല്ലാതെ സ്നേഹിക്കുന്ന ഈ കുടുംബം അവരുടെ വീട്ടുവളപ്പിൽ മിക്കവാറും എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ഈ കുടുംബത്തിന്റെ കാർഷിക കാഴ്ചകൾ ഒരു വർഷം മുമ്പ് ഞാൻ ഈ ചാനലിലൂടെ കാണിച്ചിരുന്നു. ശാരീരിക അവശതകൾക്കിടയിലും ശ്രീമതി ലളിതയും ഭർത്താവ് ജയരാജും മുന്നോട്ട് കൊണ്ടുപോകുന്ന കൃഷിക്ക് മകന്റെയും കുടുംബത്തിന്റെയും സപ്പോർട്ടുമുണ്ട്. പഴത്തോട്ടവും അടുക്കളത്തോട്ടവും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ചിലപ്പോഴെങ്കിലും അവർ എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ രണ്ടു കൂട്ടർക്കും സമയം ഒത്തു വന്നതെന്നാണ്. ഇന്ന് വൈകുന്നേരം അവർ എന്റെ വീട്ടിലെത്തുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ എനിക്കായിരുന്നു ഏറെ സന്തോഷം. കാരണം ചെറുതാണെങ്കിലും ഞാൻ നട്ടുവളർത്തുന്ന പഴച്ചെടികളുടെയും പച്ചക്കറികളുടെയും തോട്ടം കാണുവാൻ ആരെങ്കിലുമൊക്കെ വരുന്നത് എനിക്ക് കിട്ടുന്ന വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ പഴത്തോട്ടത്തിലെ ചില പഴങ്ങളെങ്കിലും കണ്ടപ്പോൾ മുതിർന്നവരെക്കാൾ കൗതുകം കുട്ടികൾക്കായിരുന്നു. ചില പഴച്ചെടികളെ കുറിച്ച് അവർ വിശദമായിട്ട് ചോദിക്കുകയും കിട്ടിയ ചില പഴങ്ങൾ രുചിച്ചു നോക്കുകയും ചെയ്തു. എനിക്കറിയാത്ത ഒരു ഔഷധ സസ്യം ശ്രീമതി ലളിത എനിക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്തു. രക്തനെല്ലി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്. അതിൻ്റെ കായൊന്നും തിന്നരുത്, അത് വിഷമാണ്. പക്ഷേ വിഷത്തിന് എതിരായിട്ട് ഇതിൻ്റെ ഇലയും വേരും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. വീട്ടുവളപ്പിൽ നിന്ന് 1-2 ചെടികളുടെ പഴങ്ങളും അവർക്കായി എനിക്ക് നൽകാൻ കഴിഞ്ഞു. ശാരീരിക അവശതകൾ മറന്ന് എന്റെ ടെറസിലേക്ക് കയറി ചെറിയ അടുക്കളത്തോട്ടവും ഡ്രമ്മിൽ വെച്ചിട്ടുള്ള പഴച്ചെടികളും ശ്രീമതി ലളിതയും കുടുംബവും കാണുകയുണ്ടായി. നേരം കുറച്ച് വൈകിയെങ്കിലും 1-ാം നിലയിലെ ബാൽക്കണിയിൽ അല്പനേരം വിശ്രമിച്ച ശേഷമാണ് അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.